2007 ഞാൻ മഠത്തിൽ പ്രവേശിക്കുന്നത്. പിന്നീട് ഞാൻ കരാട്ടയൊന്നും പരിശീലനങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് കരാട്ടയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യാറില്ല. കർത്താവാണ് എൻ്റെ ബലം, എൻ്റെ ശക്തി. എങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ രക്ഷപ്പെടാനുള്ള മാക്സിമം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, ഇത് സിമ്പിളായിട്ട് നമുക്ക് വിടുവിക്കാം. അതായത് ഈ ഒരു വിരൽ ഒരാളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഈ 4 പേരെ ജയിക്കുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം. ഞാൻ പഠിച്ചത് CMI അച്ഛന്മാരുടെ സ്കൂളിലാണ്. അതുപോലെ FCC സിസ്റ്റേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ഇടവകയിൽ. പിന്നെ എൻ്റെ മമ്മിയുടെ അനിയത്തി ഞങ്ങളുടെ തന്നെ മഠത്തിലെ സിസ്റ്ററാണ്. ചെറുപ്പം മുതലേ ഞാൻ സന്യാസ ജീവിതത്തെ വളരെ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നിട്ടുള്ളത്. അപ്പം ഞാൻ മഠത്തിൽ പ്രവേശിച്ച സമയത്ത് എൻ്റെ സിസ്റ്റർമാരൊക്കെ ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിലൊക്കെ വലിയ അതിശയം തോന്നി. ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? കാരണം ഞാൻ മടത്തി വന്ന് ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ എൻ്റെ കവിളൊക്കെ എനിക്ക് വേദനിക്കുമായിരുന്നു. കാരണം അങ്ങനെ ഒരു സ്ട്രിക്റ്റായ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ജീവിതശൈലിയിൽ നിന്ന് മഠത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ആനന്ദത്തോടെ നടക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നി, ഇവരെങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന്. ഇപ്പോൾ എനിക്ക് ചിരിക്കാൻ എളുപ്പമാണ്, പക്ഷേ അന്ന് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പപ്പയോട് എനിക്ക് മഠത്തിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പപ്പ ഒത്തിരി പ്രതീക്ഷയോടെയാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നതെങ്കിലും പപ്പ അന്ന് എതിർപ്പൊന്നും പറഞ്ഞില്ല, മമ്മിയും എതിർപ്പൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും എൻ്റെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്.